CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോങ്ങാട് MLA കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമം. മലയാളി ഉൾപ്പെടുന്ന വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് സംഘമാണ് പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതി ഉപയോഗിച്ചത് കെ ശാന്തകുമാരിയുടെ ഫോണാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയത്. SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ 49ാമത് ജില്ലാ സമ്മേളനത്തിന് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ ഉജ്ജ്വല തുടക്കം. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തിന് മുകളിലേക്ക് ആരും വളർന്നിട്ടില്ലെന്നും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സഞ്ജീവ് പറഞ്ഞു. മുൻകാല കൗൺസിലുകൾ വരുത്തിവെച്ച വൻ സാമ്പത്തിക ബാധ്യതകൾ നിരത്തി പെരിന്തൽമണ്ണ നഗരസഭയുടെ 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദാണ് ബജറ്റ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസമേകി പെരിന്തൽമണ്ണ CH സെന്ററിൽ ചാരിറ്റി OP പ്രവർത്തനം ആരംഭിച്ചു. വെറും 50 രൂപ മാത്രം നൽകി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കോങ്ങാട് MLA കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമം. മലയാളി ഉൾപ്പെടുന്ന വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് സംഘമാണ് പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതി ഉപയോഗിച്ചത് കെ ശാന്തകുമാരിയുടെ ഫോണാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയത്. 2 മണിക്കൂർ തട്ടിപ്പ് സംഘം ഫോണിൽ സംസാരിച്ചുവെന്നും ഒടുവിൽ സംശയം തോന്നിയതോടെയാണ് വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് സംഘമാണ് തന്നെ വിളിച്ചതെന്ന് മനസ്സിലായതെന്നും ശാന്തകുമാരി MLA കുഴൽമന്ദം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ആദ്യം വിളിച്ചപ്പോൾ യഥാർത്ഥ ഉദ്യോഗസ്ഥരാകും എന്നാണ് കരുതിയതെന്നും എന്നാൽ സംസാരിച്ചു വന്നപ്പോൾ നോർത്ത് ഇന്ത്യൻ ചുവയുള്ള മലയാളത്തിൽ ഒരാൾ സംസാരിച്ചപ്പോൾ ഇത് വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് സംഘമാണെന്ന് തിരിച്ചറിയുകയായിരുന്നുവെന്നും MLA പറഞ്ഞു. അപ്പോൾ ആ നമ്പർ പരിശോധിച്ച സമയത്ത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി അവരുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പേരിൽ. അപ്പൊ ആ സിം ഉപയോഗിച്ചിട്ട് ഈ പ്രതി അതിനകത്ത് ഉപയോഗം നടത്തിയതായിട്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. അപ്പൊ ഞാനൊരു ക്യൂരിയോസിറ്റിയിൽ അത് കൂടുതൽ അന്വേഷിച്ചു, അതിനെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു. അപ്പോഴാണ് വീണ്ടും അയാൾ പറഞ്ഞു ഇങ്ങനെ ജമ്മു കാശ്മീർ JKC കേസ് 017/2025 ഒരു കേസ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 മാർച്ച് 25 എന്ന് പറഞ്ഞു. ഇങ്ങനൊരു വിഷയം വന്നാൽ ഇലക്ഷൻ വരാൻ പോവാണ്. സ്വാഭാവികമായും ഞാനൊരു പാർട്ടി പ്രതിദാനം ചെയ്യുന്ന ആളാണ്, പാർട്ടി പ്രതിസന്ധിയിലാവും. അപ്പൊ ഇതെന്താണെന്ന് അറിയണല്ലോ, എങ്ങനെ എന്റെ പേരിൽ ഒരു ഫേക്ക് കേസ് ആണെങ്കിലും അറിയണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി ഒരു 2 മണിക്കൂറിനകം. അപ്പൊ ഫുൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. എനിക്ക് രാവിലെ 10:06 റെക്കോർഡുണ്ട്, കോൾ റെക്കോർഡുണ്ട്. ഇതോടെ വിഷയം പോലീസിൽ അറിയിച്ച് പരാതിപ്പെടുകയായിരുന്നു. ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ ആദ്യം വിളിച്ചയാൾ പറഞ്ഞത് നിങ്ങളുടെ പേരിൽ മുംബൈയിൽ ഒരു ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇത് വെച്ച് സിം കാർഡ് എടുത്തുവെന്നുമായിരുന്നു. എന്നാൽ താൻ അത് നിഷേധിച്ചതോടെ ഈ സിം കാർഡ് പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി വിളിച്ചയാൾ പറഞ്ഞുവെന്ന് MLA പറഞ്ഞു. തുടർന്ന് സൈബർ സെല്ലിന്റെ തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഫോൺ കണക്ട് ചെയ്യാം എന്ന് തട്ടിപ്പ് സംഘം അറിയിക്കുകയും അല്പസമയത്തിനു ശേഷം മറ്റൊരാൾ ഫോണിൽ സംസാരിക്കുകയുമായിരുന്നു. അയാൾ നോർത്ത് ഇന്ത്യൻ ചുവയുള്ള മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയതോടെ സംഭവം വ്യാജമാണെന്ന് തിരിച്ചറിയുകയായിരുന്നുവെന്ന് ശാന്തകുമാരി MLA പറഞ്ഞു. CCN ഒറ്റപ്പാലം. SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ 48ാമത് ജില്ലാ സമ്മേളനത്തിന് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ ഉജ്ജ്വല തുടക്കം. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തിന് മുകളിലേക്ക് ആരും വളർന്നിട്ടില്ലെന്നും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സഞ്ജീവ് പറഞ്ഞു. മണ്ണാർക്കാട് നിന്ന് ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു, നോബഡി വിൽ ഫ്ലൈ ഓവർ ദ റെഡ് ഫ്ലാഗ് എന്നുള്ളതാണ് ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളും ഈ കൊടിക്ക് മുകളിലല്ല, ഈ കൊടിക്ക് മുകളിൽ ഒരാളെയും
പറക്കാൻ അനുവദിച്ചിട്ടുമില്ല ഈ പ്രസ്ഥാനമെന്ന ഉത്തരവാദിത്വത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നന്നാകും. എന്താണ് നിങ്ങൾ സഹിച്ച ത്യാഗം, എന്താണ് നിങ്ങളുടെ ത്യാഗം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അത് കിട്ടിയില്ല, നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സഹിച്ച ത്യാഗം എന്താണെന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ രക്തസാക്ഷിത്വത്തിന് മുകളിലല്ലോ എന്ന ഉത്തരം നൽകാൻ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള എല്ലാ ഇടതുപക്ഷ പ്രവർത്തകർക്കും ഈ നാട്ടിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. ഏറ്റവും അവസാനം വിഴുപ്പലക്കാൻ വന്നിറങ്ങുമ്പോൾ, നുണകളുടെ പേമാരി വന്നിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മണ്ണിൽ മരിച്ചുള്ള മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒറ്റുകാരുടെ പാതാളത്തിലേക്ക്, കരണ്ടിയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുന്ന നിമിഷവും ഈ കേരളം കാണുമെന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിലായി ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ചെങ്കൊടിക്ക് മുകളിൽ ഒരാൾ പോലുമില്ല. ഞാൻ മാത്രമാണ് സംഘടന എന്ന് കരുതുന്നത് മണ്ടന്മാരുടെ സ്വർഗരാജ്യത്തെ രാഷ്ട്രീയമാണ്. അത്തരക്കാർക്കുള്ള തിരിച്ചടി ജനങ്ങൾ നൽകും. പ്രസ്ഥാനത്തിന് മുകളിലേക്ക് ആരും വളർന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും. ഇടതു മനുഷ്യർ ജീവിച്ചു മരിച്ച ഈ മണ്ണിൽ ഇടതല്ലാത്ത മനുഷ്യർ നമ്മോടൊപ്പം പുഴുക്കുത്തായി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ചെത്തിമാറ്റി മുന്നേറാനുള്ള സംഘടനാ ശേഷി നമുക്കുണ്ട്. സഞ്ജീവ് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ പ്രസ്ഥാനത്തിന്റെ മുകളിലേക്ക് ആരും വളർന്നിട്ടില്ല, പ്രസ്ഥാനത്തിന്റെ മുകളിലേക്ക് ഒരു മനുഷ്യനും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. മഹാനായ EMSന്റെ മണ്ണിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. EMS തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തന്റെ ജീവിതവും തന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും തന്റെ ജീവിതത്തിലെ എല്ലാ സ്വത്തുവകകളും ഞാൻ ഈ പാർട്ടിക്കായി നൽകി. പക്ഷേ ഈ പാർട്ടി ജനങ്ങളുടേതാണ്, ഈ സംവിധാനം ജനങ്ങളുടേതാണ്, ഈ ബോധ്യം ജനങ്ങളുടേതാണ്. ആ ജനങ്ങളുടെ അഭിലാഷത്തിനെതിരെ ഞാൻ പ്രവർത്തിച്ചാൽ ഇവരെന്നെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നതാണ് ഇതിലെ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് ഓർക്കേണ്ടവർ ഓർക്കുന്നതായിരിക്കും. സ്വാഭാവികമായും എല്ലാവർക്കും നല്ലത് ചെയ്യുക എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പവും ചിരുമണ്ടനും കുഞ്ഞമ്പു നായരും ഒക്കെയും തൂക്കുമരത്തിലേറിയത് ഈ സംഘടനയ്ക്ക് വേണ്ടിയാണ്. റോസനും ബാബുവും ശിവലാലും രാജീവനും അതും പുഷ്പനും ഉൾപ്പെടെയുള്ളവർ ഈ നാടിനു വേണ്ടി മരിച്ചു വീണതാണ്. ഈ നാടിനു വേണ്ടി മരിച്ചു വീണ മനുഷ്യരുടെ വേദനയറ്റ സ്വപ്നങ്ങൾക്കെതിരെയും അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയുമാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന ചോദ്യത്തിലേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ എത്ര സഹിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും യോഗ്യത തെളിയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആ സഹനമാണ്, ആ ത്യാഗമാണ്, ആ ത്യാഗനിർഭരമായ പോരാട്ടമാണ് മനുഷ്യർ നടത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട്ടെ സവിശേഷകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ഈ സമ്മേളനം കൂടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സവിശേഷകരമായ രാഷ്ട്രീയ സാഹചര്യത്തിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടത്, ഈ നാട്ടിൽ സാധാരണക്കാരനായ മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞ അനേകായിരം മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ പട്ടിണി കിടന്നും കൊടിയ ദുരന്തം അനുഭവിച്ചും തന്റെ ജീവിതത്തിൽ തന്റെ വീട്ടിൽ മക്കൾക്ക് പോലും കൊടുക്കാൻ ഭക്ഷണമില്ലാതിരുന്ന കാലത്തും ഈ സംഘടനക്കും ഈ പൊടിക്കും വേണ്ടി പോരാടി മരിച്ച അനേകായിരം ആളുകളുടേതാണ് ഈ പാർട്ടിയും ഈ സംവിധാനവും. ഒറ്റുകാരുടേതല്ല, ചതിയന്മാരുടേതല്ല, വർഗവഞ്ചകരുടേതല്ല ഉച്ചരമായി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. VV അഭിഷേക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷാദുലി രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ജില്ലാ പ്രസിഡന്റ് അഭിഷേക് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കുങ്കുമവർണ്ണം വിതറുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആവേശത്താൽ ഞങ്ങൾ വിളിക്കും. ഇനിയുമുറക്കെ 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 സഖാക്കളെ വിദ്യാർത്ഥികളുടെ ശബ്ദമിതാ, വിപ്ലവമായൊരു ശബ്ദമിതാ, തോക്കുകൾ തോറ്റൊരു ശബ്ദമിതാ, ജാതിക തോറ്റൊരു ശബ്ദമിതാ.
സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം സോഷ്യലിസം സോഷ്യലിസം സിന്ദാബാദ് ധീരരക്തസാക്ഷികളെ നിങ്ങൾ ഉയർത്തിയ തൂവെള്ളക്കൊടി നിങ്ങൾ ഉയർത്തിയ CCN മണ്ണാർക്കാട്. മുൻകാല കൗൺസിലുകൾ വരുത്തിവെച്ച വൻ സാമ്പത്തിക ബാധ്യതകൾ നിരത്തി പെരിന്തൽമണ്ണ നഗരസഭയുടെ 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദാണ് ബജറ്റ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. പെരിന്തൽമണ്ണയുടെ 7ാമത് ജനകീയ കൗൺസിലിന്റെ പ്രഥമ ബഡ്ജറ്റ് ഏറെ അഭിമാനത്തോടും എന്നാൽ ആശങ്കയോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച സംഘീകൃതർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണസമിതികൾ നിലവിൽ വന്ന് ദിവസങ്ങൾ പിന്നിട്ട സാഹചര്യത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ദിവസങ്ങൾക്കകം വരുമെന്ന് ആശങ്കയ്ക്കിടയിലുമാണ് പെരിന്തൽമണ്ണയുടെ നഗരസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വന്നത്. പ്രാദേശിക ഭരണസമിതികളെ ശക്തിപ്പെടുത്താൻ നമ്മുടെ രാജ്യത്ത് നിരവധി പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രപതി മഹാത്മാഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തെ സാക്ഷാത്കരിക്കുന്നതിനായി മുൻ കേന്ദ്ര സർക്കാർ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിരുന്നു. ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയിലേക്ക് നടത്തിയ നീക്കങ്ങളാണ് ഇതിലെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനമായ പരിരക്ഷ ഇതിലേക്ക് നയിച്ചത്. 1993 ഭരണഘടനയുടെ 73-74 ഭേദഗതികളോടെ കോർപ്പറേഷനുകളും 144.7 കോടി രൂപ വരവും 141.7 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 2.92 കോടി രൂപയുടെ മിച്ചമാണ് കണക്കാക്കുന്നത്. നഗരസഭ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകിക്കൊണ്ടാണ് വൈസ് ചെയർപേഴ്സൺ ബജറ്റ് പ്രസംഗം നടത്തിയത്. ഹഡ്കോ വായ്പ തിരിച്ചടവ്, കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക, ഇൻഡോർ മാർക്കറ്റിനായി സ്വീകരിച്ച നിക്ഷേപം, മാർക്കറ്റ് നിർമ്മാണ പൂർത്തീകരണം, ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ ഈ ബാധ്യത ഉൾപ്പെടുന്നു. കൂടാതെ കടമുറികൾ, ഒഴിഞ്ഞുപോയവർക്ക് നൽകാനുള്ള വാടക അഡ്വാൻസ് തുക, ലൈഫ് ഫ്ളാറ്റിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്കും വലിയ തുക കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും നഗരത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. നഗര സൗന്ദര്യവൽക്കരണം, ഉൽപാദന മേഖലയിലെ ഉണർവ്, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് ബജറ്റ് പ്രാധാന്യം നൽകുന്നു. വയോജനങ്ങളുടെ ക്ഷേമം, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം എന്നിവയ്ക്കൊപ്പം നഗരത്തിലെ വലിയ പ്രശ്നമായ തെരുവു നായ്ക്കളെ വന്ധ്യീകരിച്ച് പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിന്മേലുള്ള വിശദമായ ചർച്ച വ്യാഴാഴ്ച നഗരസഭ കൗൺസിലിൽ നടക്കും. CCN പെരിന്തൽമണ്ണ. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണത്തിനും പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. രാധാകൃഷ്ണനാണ് ഏകദേശം 1 കോടി രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചത്. തയ്യാറാക്കിയിട്ടുള്ള ബജറ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. കേരള പഞ്ചായത്ത് രാജ് നിയമം വകുപ്പ് 214(2) തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബജറ്റ് ജനറൽ പർപ്പസ് ഫണ്ട് ഉൾപ്പെടെയുള്ള തനത് വരുമാനത്തിന്റെ 5% മിച്ചമുണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് പ്രകാരം 2026-27 കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് 5% പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നാടിന്റെ സമഗ്രമായ പശ്ചാത്തല വികസനത്തിനായി 8 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പാർപ്പിടരഹിതർക്കായി ഭവന നിർമ്മാണ മേഖലയ്ക്ക് 5 കോടി രൂപയും നീക്കിവച്ചു. കാർഷിക മേഖലയുടെ പുരോഗതിക്കായി 86 ലക്ഷം രൂപയും മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപയും ബജറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1 കോടി 20 ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിനായി 31 ലക്ഷം രൂപയും പ്രത്യേകമായി വകയിരുത്തിയിട്ടുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മൈമൂന സിദ്ദിഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ K. സൈതലവി എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് തെങ്ങിൻതോട്ടം, P. അശോകൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ A. ശിവശങ്കരൻ, CP സാദിഖ്, വിജയൻ മലയിൽ, K. അബ്ദുറഹ്മാൻ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസമേകി പെരിന്തൽമണ്ണ CH സെന്ററിൽ ചാരിറ്റി OP പ്രവർത്തനം ആരംഭിച്ചു. വെറും 50 രൂപ മാത്രം നൽകി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു.
രോഗികൾക്ക് ചികിത്സാ ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി CH സെന്ററിലെ ലാബ്, ഫാർമസി എന്നിവയുടെ സേവനങ്ങൾ 10 മുതൽ 30% വരെ കിഴിവിൽ ലഭ്യമാക്കും. ഇതോടൊപ്പം ക്യാൻസർ, കിഡ്നി, ഡയബറ്റിക് രോഗികൾക്കുള്ള അടുത്ത ഘട്ട സൗജന്യ മരുന്ന് വിതരണവും ആരംഭിച്ചതായി സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ അറിയിച്ചു. ചടങ്ങിൽ CH സെന്റർ പ്രസിഡന്റ് KPA മജീദ് MLA അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, AK നാസർ, MS അലവി, അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം, ഉറ്റിരി മാനുപ്പ, നാലകത്ത് ഷൌക്കത്ത്, പ്രബീന ഹബീബ്, റിയാസ് ചെറുകര, ഡോക്ടർ ആജിഷ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ക്യാൻസർ വാർഡിലേക്ക് പ്രവാസി ലീഗ് നൽകുന്ന ഫാനുകളുടെയും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും വിതരണവും റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആശുപത്രി സെക്രട്ടറി രാജീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. CCN പെരിന്തൽമണ്ണ. വനിതാ സഖാക്കളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. CPM തെങ്കര എന്ന പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലാണ് പ്രവർത്തകരുടെ വിമർശനം. PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ 2 തവണ നാരായണൻകുട്ടി പ്രാദേശിക മാധ്യമങ്ങളെ കണ്ടിരുന്നു. തറവാട്ടിൽ പിറന്ന സ്ത്രീകൾ PK ശശിയെ ഭയന്ന് ഓഫീസിലേക്ക് വരാറില്ലെന്നും ഇനി ധൈര്യമായി സ്ത്രീകൾക്ക് ഓഫീസിലേക്ക് കടന്നുവരാമെന്നും നാരായണൻകുട്ടി പ്രതികരിക്കുകയും ചെയ്തു. ഈ പ്രതികരണത്തിനെതിരെയാണ് CPM തെങ്കര എന്ന പേരിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏരിയ സെക്രട്ടറിക്കെതിരെ കടുത്ത വിമർശനമുയർന്നത്. NK നാരായണൻകുട്ടിയുടെ പ്രസ്താവന രാഷ്ട്രീയ വിരുദ്ധമാണെന്നും ഇത്രയും കാലം ഓഫീസിൽ കയറിയ സ്ത്രീകളാരും തറവാട്ടിൽ പിറന്നവരല്ലേയെന്നും പ്രവർത്തകർ ചോദിച്ചു. പ്രധാന വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ നേതാക്കൾ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും പ്രവർത്തകർ ഓർമ്മപ്പെടുത്തി. CCN മണ്ണാർക്കാട്. നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കര സബ് ട്രഷറിക്ക് സ്വന്തം കെട്ടിടമായി. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന സബ് ട്രഷറിയുടെ പുതിയ മന്ദിരം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രഷറിയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നട്ടൽ. ഈ ട്രഷറി അടച്ചുപൂട്ടും, ട്രഷറിയിൽ പൂച്ചവെറ്റ് കിടക്കുന്നു തുടങ്ങിയ പല പ്രയോഗങ്ങളും അടുത്ത കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ട്രഷറി ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക സംവിധാനം ഉള്ളതാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാ മേഖലയിലും ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കുവാൻ, പണം എത്തിക്കുവാൻ, അവർക്ക് അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ട്രഷറി നിരന്തരം ജാഗ്രത ഉദ്യോഗസ്ഥന്മാര് അത്തരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആത്മാർത്ഥതയോടുകൂടി പറയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ തോതിലുള്ള സാമ്പത്തിക വെട്ടിക്കുറവ് വരുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാനം അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൽ ട്രഷറി പ്രവർത്തനം വളരെ കൃത്യമായി കാണുന്നതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രഷറി സംവിധാനമാണ് കേരളത്തിന്റേതെന്നും നിലവിൽ ഇത് പൂർണ്ണമായും ഡിജിറ്റലായി മാറിയെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 2014 മുതൽ എടക്കര മേനോൻകുട്ടി ബൈപ്പാസ് റോഡിലെ വാടക കെട്ടിടത്തിലായിരുന്നു സബ് ട്രഷറി പ്രവർത്തിച്ചിരുന്നത്. എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ, മൂത്തേടം, പോത്തുകല്ല് എന്നീ 5 ഗ്രാമപഞ്ചായത്തുകളും അവയ്ക്കു കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളും ഈ ട്രഷറിയുടെ സേവനമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചിലവഴിച്ചാണ് 2500 ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ നടന്ന ചടങ്ങിൽ ആര്യാടൻ ഷൌക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. സർക്കാരിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ ട്രഷറിയുടെ മുഖവും മോശമാകും എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ചെറിയ സംഗതിയായിട്ട് വരുന്നവരും മടങ്ങി പോകേണ്ട അന്തരീക്ഷം പലപ്പോഴും നമ്മുടെ ട്രഷറിയിൽ ഉണ്ടാകുമ്പോൾ ഈ ചിലരൊക്കെ ട്രഷറിയെ പ്രാവും. പക്ഷേ അത് ട്രഷറിയുടെ കുഴപ്പമല്ല, കെട്ടിടത്തിന്റെ കുഴപ്പമല്ല, അത് സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ സദയം ക്ഷമിക്കുക മാത്രമേ അതിന് മാർഗമുള്ളൂ. ഞാനിപ്പോ നിലമ്പൂർ ബൈപ്പാസിന്റെ പണം വിതരണം ചെയ്യാൻ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. 55 കോടി രൂപ ജില്ലാ ട്രഷറിയിലുണ്ട്. ട്രഷറി ഓഫീസറെ 55 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് നിലമ്പൂർ ബൈപ്പാസിന് കൊടുക്കാൻ. പക്ഷേ ബില്ല് കൊടുത്തു, എല്ലാം കഴിഞ്ഞ് കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ മാറാൻ പറ്റുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോ മെയ്സൺ മീൻസിന്റെ ക്ലിയറൻസ് വേണം വീണ്ടും. കാരണം 10 ലക്ഷം രൂപയുടെ ബില്ല് കൂടുതലാണെങ്കിൽ വീണ്ടും മെയ്സൺ മീൻസിന്റെ ക്ലിയറൻസ് വേണം. ഇപ്പൊ വീണ്ടും ഇതൊക്കെ റെഡിയാക്കിയിട്ടും വീണ്ടും ക്ലിയറൻസിന് പോയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെറിയ പ്രയാസങ്ങൾ സർക്കാരിനെ പറഞ്ഞിട്ടും കാര്യമില്ല. സർക്കാരിന്റെ നികുതി വരുമാനം ബാക്കി കാര്യങ്ങളും കുറയുകയും ചെലവ് കൂടുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന
വലിയ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും അതാത് സർക്കാരുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അതിനൊന്നും ഇപ്പൊ നമ്മൾ ട്രഷറിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ട്രഷറി ഓഫീസറെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. ഇപ്പത്തെ ട്രഷറി ഓഫീസറോട് കാണാനുള്ള സ്റ്റേജിൽ സബ് ട്രഷറി നിർമ്മാണത്തിനായി സ്ഥലം സൗജന്യമായി നൽകിയ AG സജിമോനെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. CCN മലപ്പുറം. UPSC റിസൾട്ട് വന്നപ്പോൾ പെരിന്തൽമണ്ണയിലെ ഹൈദരലി ശാബത്തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമിക്ക് ചരിത്ര നേട്ടം. അക്കാദമിയിലെ വിദ്യാർത്ഥികളായ 3 പേരും അക്കാദമി വിവിധ ഘട്ടങ്ങളിൽ നൽകിയ ഇന്റർവ്യൂ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത 9 വിദ്യാർത്ഥികളും ഈ വർഷത്തെ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. ഹൈദരലി ശാബത്തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി വിദ്യാർത്ഥികളായ മലപ്പുറം മുന്നിയൂർ സ്വദേശി മുഹമ്മദ് അഷ്മിൽ ഷാഹ്, കോഴിക്കോട് പെരുമണ്ണ സ്വദേശിനി VP ജഹാന സറിൻ, മലപ്പുറം തിരൂർ സ്വദേശി K മുഹമ്മദ് ഹാഷിം എന്നിവരാണ് സിവിൽ സർവീസ് നേടിയത്. അക്കാദമി വിവിധ ഘട്ടങ്ങളിൽ നൽകിയ ഇന്റർവ്യൂ പരിശീലന പരിപാടികളിൽ പങ്കെടുത്ത VC ശ്രീലക്ഷ്മി, കാജൽ രാജു, നിതിൻ പ്രദീപ്, അരവിന്ദ് ഈശ്വരൻകുട്ടി, ഷൈഖ് മുഹമ്മദ് നിഷാദ്, അജ്ന ജോസ്, മുഹമ്മദ് സുഹൈൽ, ഷിയാദ്, കാവ്യകൃഷ്ണൻ എന്നിവരും സിവിൽ സർവീസിൽ ഇടം നേടി. ഇത് അഭിമാന നിമിഷമാണെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും അക്കാദമി മാനേജ്മെന്റും ഒരുമിച്ച് നടത്തിയ കഠിനാധ്വാനത്തിന്റെ വിജയമാണ് ഇതെന്നും അക്കാദമി ചെയർമാൻ നജീബ് കാന്തപുരം MLA പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. കാരാകുർശി കണ്ണാകുർശി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മെയ് 9 മുതൽ 19 വരെ ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദനചാർത്ത് മഹോത്സവവും ആഘോഷിക്കും. ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് 11 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിമാരായിരുന്ന 10 വിശിഷ്ട ആചാര്യന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഓരോ ദിവസവും പ്രത്യേക അവതാര പൂജകൾ, നിവേദ്യങ്ങൾ, വാദ്യഘോഷങ്ങൾ, ഗാനാലാപനം, വൈവിധ്യമാർന്ന ക്ഷേത്രകലകൾ എന്നിവ ഉത്സവത്തിന് മാറ്റുകൂട്ടും. മെയ് 19 പ്രതിഷ്ഠാദിനത്തോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ദശാവതാര ചന്ദനചാർത്തിൽ പങ്കുചേരാനും ഭഗവാന്റെ അവതാര രൂപങ്ങൾ നേരിൽ ദർശിക്കാനുമുള്ള അപൂർവ അവസരമാണ് ഭക്തർക്ക് ഇതിലൂടെ ലഭിക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോങ്ങാട് MLA K ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമം. മലയാളി ഉൾപ്പെടുന്ന വ്യാജ ഡിജിറ്റൽ അറസ്റ്റ് സംഘമാണ് പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതി ഉപയോഗിച്ചത് K ശാന്തകുമാരിയുടെ ഫോണാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിയത്. SFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ 49ാമത് ജില്ലാ സമ്മേളനത്തിന് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴയിൽ ഉജ്ജ്വല തുടക്കം. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തിന് മുകളിലേക്ക് ആരും വളർന്നിട്ടില്ലെന്നും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സഞ്ജീവ് പറഞ്ഞു. മുൻകാല കൗൺസിലുകൾ വരുത്തിവെച്ച വൻ സാമ്പത്തിക ബാധ്യതകൾ നിരത്തി പെരിന്തൽമണ്ണ നഗരസഭയുടെ 2026-27 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MP ഫസൽ മുഹമ്മദാണ് ബജറ്റ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസമേകി പെരിന്തൽമണ്ണ CH സെന്ററിൽ ചാരിറ്റി OP പ്രവർത്തനം ആരംഭിച്ചു. വെറും 50 രൂപ മാത്രം നൽകി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.